Welcome back, my dear students and friends. Now we are studying the fourth chapter of accounting, retirement or death of a partner. The various adjustments which are required to be made at the time of retirement or death of a partner includes calculation of new profit sharing ratio, calculation of gaining ratio, treatment of goodwill, revaluation of assets and liabilities, accumulated profits and losses, calculation of the amount due to the retiring or deceased partner, disposal of amount due to the retiring partner, adjustment of partner's capital accounts. The first two adjustments, that is calculation of new profit sharing ratio and gaining ratio, is already studied in the last class. Today, you are going to learn treatment of goodwill at the time of retirement or death of a partner. Treatment of goodwill. The retiring or deceased partner is entitled to get his share of goodwill at the time of retirement or death. The retiring or deceased partner is compensated for his share of goodwill by the continuing partners in their gaining ratio. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിന് ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഗുഡ്വിൽ എത്രയാണോ ആ ഗുഡ്വില്ലിന്റെ ഒരു ഷെയർ ആ റിട്ടയറിംഗ് പാർട്ണർക്ക് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണറുടെ എക്സിക്യൂട്ടേഴ്സിന് അവകാശപ്പെട്ടതാണ്. കാരണം ആ റിട്ടയർ ചെയ്യുന്ന പാർട്ണർ അല്ലെങ്കിൽ മരണപ്പെടുന്ന പാർട്ണറുടെ കൂടി അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അതുവരെയുള്ള ഗുഡ്വില് ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് അതുവരെ നേടിയിരിക്കുന്ന ഗുഡ്വിൽ എത്രയാണോ ആ ഗുഡ്വില്ലിന്റെ ഒരു ഷെയർ റിട്ടയറിംഗ് പാർട്ണർക്ക് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണർക്ക് അവകാശപ്പെട്ടതാണ്. സാധാരണയായിട്ട് ഈ റിട്ടയറിംഗ് പാർട്ണർക്ക് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണർക്ക് എത്ര ഷെയർ ഓഫ് ഗുഡ്വില്ലാണോ അവകാശപ്പെട്ടത് ആ അവകാശപ്പെട്ട ഷെയർ ഓഫ് ഗുഡ്വില് റിമൈനിങ് പാർട്ണേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് ചേർന്നിട്ട് ഗെയിനിങ് റേഷ്യോയില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. First one, when goodwill does not appear in the books. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇപ്പോഴും ഗുഡ്വിൽ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടേ ഇല്ല എങ്കിൽ ഇൻ ദിസ് കേസ് there are 4 ways to adjust goodwill. First one, goodwill is raised at its full value and retained in the business. ഗുഡ്വിൽ എന്ന് പറയുന്നത് ഫുൾ ഗുഡ്വില്ലും ബുക്കിൽ റേസ് ചെയ്യാം, എന്നിട്ട് അത് അതുപോലെ അവിടെ സൂക്ഷിക്കുക. ഇപ്പൊ ഗുഡ്വിൽ മുഴുവനും സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗുഡ്വിൽ എല്ലാ പാർട്ട്നേഴ്സിനും ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ബിസിനസിന്റെ മൊത്തം ഗുഡ്വിൽ എത്രയാണോ ആ മൊത്തം ഗുഡ്വിൽ എല്ലാ പാർട്ട്നേഴ്സിനും ഓൾഡ് റേഷ്യോയിൽ വീതിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്വില് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റേസ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടോട്ടൽ ഗുഡ്വിൽ ഇൻ ഓൾഡ് റേഷ്യോ എല്ലാ പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം ഇൻ ദർ ഓൾഡ് റേഷ്യോ. ഇൻ ദിസ് കേസ് ഗുഡ്വിൽ അക്കൗണ്ട് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ ഒരു എൻട്രി എഴുതി കഴിഞ്ഞാൽ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം കാണിച്ചിരിക്കണം. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A, B and C are partners in a firm sharing profits in the ratio of 3:2:1. B retires. The goodwill of the firm is valued at ₹60,000 and the new ratio of A and C is 3:1. Give entries if partners decide to raise goodwill at its full value and retained in the business. ഇപ്പൊ ഇവിടെ പാർട്ട്നേഴ്സ് തീരുമാനിക്കുന്നത് ഫുൾ ഗുഡ്വില്ലും ബുക്കിൽ റേസ് ചെയ്യാൻ വേണ്ടിയാണ്, എന്നിട്ട് അത് അതുപോലെ കീപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 60,000 ടോട്ടൽ ഗുഡ്വിൽ ടു A's capital to B's capital to C's capital in their old ratio 3:2:1. ഇപ്പോൾ എൻട്രി വരുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 60,000 to A's capital 30,000, that is 60,000 into 3/6.
To B's capital 60,000 into 2 by 6, 20,000. To C's capital 60,000 into 1 by 6, that is 10,000. ഇനി രണ്ടാമത്തെ കേസ്, ഗുഡ്വിൽ ഈസ് റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി. ഗുഡ്വില് ഫുള്ളായിട്ട് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ബുക്കിൽ റേസ് ചെയ്യുന്നു. എന്നിട്ട് അത് ആ സമയത്ത് തന്നെ അപ്പോൾ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു, എഴുതിത്തള്ളുന്നു. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി ഫോർ റേസിംഗ് ഗുഡ്വിൽ. ഗുഡ്വിൽ റേസ് ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ച അതേ എൻട്രി തന്നെ. ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ഗുഡ്വിൽ ഇൻ ഓൾഡ് റേഷ്യോ. നേരത്തെ പഠിച്ച അതേ എൻട്രി. അങ്ങനെ ഗുഡ്വിൽ ബുക്കിൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് എക്സ്ട്രാ പഠിക്കുന്നത്. ഫോർ റൈറ്റിംഗ് ഓഫ് ഗുഡ്വിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ ടോട്ടൽ ഗുഡ്വിൽ ഇൻ ന്യൂ റേഷ്യോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ടു ഗുഡ്വിൽ. ടോട്ടൽ ഗുഡ്വിൽ ഇൻ ന്യൂ റേഷ്യോ ആയിരുന്നു. ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് ഗുഡ്വിൽ, ഗുഡ്വിൽ വിൽ നോട്ട് അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അങ്ങനെ ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ വരില്ല. കാരണം നമ്മൾ ഫസ്റ്റ് എൻട്രി പ്രകാരം ഗുഡ്വില്ലിനെ ഡെബിറ്റ് ചെയ്തു, രണ്ടാമത്തെ എൻട്രി പ്രകാരം ഗുഡ്വില്ലിനെ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പൊ ഗുഡ്വിൽ അക്കൗണ്ട് അവിടെ സീറോ ബാലൻസ് ആവും. അതുകൊണ്ട് തന്നെ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഈ രണ്ടാമത്തെ എൻട്രി എഴുതി കഴിഞ്ഞാൽ, റൈറ്റ് ഓഫ് ചെയ്യേണ്ട എൻട്രി എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ പിന്നെ വരില്ല. എക്സാമ്പിൾ, A, B and C are partners in a firm sharing profits in the ratio of 3:2:1. B retires. The goodwill of the firm is valued at rupees 60,000 and the new ratio of A and C is 3:1. Give entries if partners decided to raise goodwill at its full value and then written off. അപ്പോൾ ഇവിടെ ടോട്ടൽ ഗുഡ്വിൽ റേസ് ചെയ്യാനും പറയുന്നുണ്ട്, അതുപോലെ തന്നെ റേസ് ചെയ്ത ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യാനും പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ട് എൻട്രിയാണ് ഇവിടെ വേണ്ടുന്നത്, ഫോർ റേസിംഗ് ഗുഡ്വിൽ അതുപോലെ തന്നെ ഫോർ റൈറ്റിംഗ് ഓഫ് ഗുഡ്വിൽ. നോക്കാം. ഫസ്റ്റ് ഫോർ റേസിംഗ് ഗുഡ്വിൽ എൻട്രി, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 60,000, ദാറ്റ് ഈസ് ടോട്ടൽ ഗുഡ്വിൽ, ടു A's capital 60,000 to 3/6, that is 30,000. To B's capital 60,000 into 2/6, that is 20,000. To C's capital 60,000 into 1/6, that is 10,000. Goodwill raised in old ratio 3:2:1. Goodwill raise ചെയ്യുന്ന എൻട്രി നമ്മൾ പാസ് ചെയ്തു. ഇനി അടുത്തത്, ഈ റേസ് ചെയ്ത ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി ഫോർ റൈറ്റിംഗ് ഓഫ് ഗുഡ്വിൽ, A's capital account debtor 60,000 to 3/4, 45,000. C's capital account debtor 60,000 into 1/4, that is 15,000, to goodwill 60,000. Total goodwill written off in new ratio 3:1. ഇപ്പോൾ ഗുഡ്വിൽ റേസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റേസ് ചെയ്യുക. അത് റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ആയിരിക്കണം അത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് ഇൻ ന്യൂ റേഷ്യോ. നെക്സ്റ്റ് മൂന്നാമത്തെ കേസ്, ഗുഡ്വിൽ ഈസ് റേസ്ഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് റിട്ടയർഡ് ഓർ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ഷെയർ ആൻഡ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി. ഗുഡ്വിൽ എന്ന് പറയുന്നത് ഡിസീസ്ഡ് പാർട്ട്ണറുടെ അല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എത്രയാണോ ഷെയർ ഓഫ് ഗുഡ്വിൽ അവകാശപ്പെട്ടത് അത് മാത്രം ബുക്കിൽ റേസ് ചെയ്യും, എന്നിട്ട് അതിനുശേഷം അത് റൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ മാത്രമാണ് നമ്മൾ റേസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ജേർണൽ എൻട്രി ഫോർ റേസിംഗ് ഗുഡ്വിൽ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓൺലി, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഓൺലി, റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രമേ ഇവിടെ റേസ് ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് ഫോർ റൈറ്റിംഗ് ഓഫ് അബവ് ഗുഡ്വിൽ, അങ്ങനെ എഴുതിയിരിക്കുന്ന ഗുഡ്വിൽ എമൗണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ഗെയിനിങ് റേഷ്യോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കേസിൽ ഇത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ എന്നാണ്. അപ്പൊ അത് ചെയ്യുന്നത്
ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം. കാരണം റിട്ടയറിംഗ് പാർട്ണറുടെ ഷെയർ മാത്രമാണ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിനിങ് റേഷ്യോയിൽ വേണം അതിന്റെ രണ്ടാമത്തെ എൻട്രി നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടി. ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് ഗുഡ്വിൽ വിൽ നോട്ട് അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ വരില്ല. കാരണം ഗുഡ്വിൽ ഡെബിറ്റ് ചെയ്തു, രണ്ടാമത്തേൽ ഗുഡ്വിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഗുഡ്വിൽ എന്ന് പറയുന്ന അക്കൗണ്ട് ബുക്കിലില്ല. ഇതിനൊരു എക്സാമ്പിൾ: A, B and C are partners in a firm sharing profits in the ratio of 3:2:1. B retires. The goodwill of the firm is valued at rupees 60,000 and the new ratio of A and C is 3:1. Give entries if partners decided to raise goodwill to the extent of retiring partners' share and written off immediately. ഈ ക്വസ്റ്റ്യനിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രം റേസ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം അത് റൈറ്റ് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഫോർ റേസിംഗ് ഗുഡ്വിൽ ജേണൽ എൻട്രി: ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ബീസ് ക്യാപിറ്റൽ. ഗുഡ്വിൽ റേസ് ചെയ്യേണ്ടത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ മാത്രമാണ്. റിട്ടയറിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് ബി ആണ്. ഇപ്പോൾ 3:2:1 എന്ന് പറയുമ്പോൾ ബിയുടെ ഷെയർ 2/6 ആണ്. അപ്പോൾ 60,000 to 2/6, ദാറ്റ് ഈസ് 20,000 റുപ്പീസിൻ്റെ ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ്, ഫോർ റൈറ്റിംഗ് ഓഫ് ഗുഡ്വിൽ. ഇങ്ങനെ റേസ് ചെയ്തിരിക്കുന്ന ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എൻട്രി: എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 15,000, 20,000 into 3/4. C's capital account debtor 5,000, 20,000 into 1/4. To goodwill 20,000. Goodwill written off in 3:1. ഇനി നാലാമത്തെ കേസ്: നോ ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് റേസ്ഡ് അറ്റ് ഓൾ ഇൻ ഫേംസ് ബുക്സ് ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ദാറ്റ് ദി ഗുഡ്വിൽ അക്കൗണ്ട് ഷുഡ് നോട്ട് അപ്പിയർ ഇൻ ഫേംസ് ബുക്സ് ഓർ അഡ്ജസ്റ്റ് ഗുഡ്വിൽ ത്രൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇപ്പോൾ പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണ് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ബുക്കിൽ വരാനേ പാടില്ല. ജേണൽ എൻട്രിയിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വരാൻ പാടില്ല. അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ റിട്ടയറിംഗ് പാർട്ണർക്ക് എത്ര തുകയാണോ കൊടുക്കാനുള്ളത് ആ കൊടുക്കാനുള്ള എമൗണ്ട് റിമൈനിങ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ഗെയിനിങ് റേഷ്യോയിൽ കൊടുത്തിരിക്കണം. Journal entry: for adjusting goodwill, retiring partners share only. Remaining partners capital account debtor to retiring partners capital. Retiring partners share of goodwill only in gaining ratio. ഇപ്പോൾ റിട്ടയറിംഗ് പാർട്ണർക്ക് എത്ര ഷെയർ ഓഫ് ഗുഡ്വിൽ ആണോ കൊടുക്കാനുള്ളത് ആ കൊടുക്കാനുള്ള എമൗണ്ട് റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണം. അത് ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ ദിസ് കേസ് goodwill will not appear in the balance sheet. ഇപ്പോൾ സാധാരണയായിട്ട് ഇൻ പ്രാക്ടിക്കൽ ഈ മെത്തേഡാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 പ്രകാരം ഈ മെത്തേഡിലാണ് ഗുഡ്വിൽ നമ്മൾ പ്രധാനമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ എക്സാമിനേഷന് ഏത് മെത്തേഡ് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് എല്ലാ മെത്തേഡും നമ്മൾ പഠിച്ചിരിക്കണം. എക്സാമ്പിൾ: A, B and C are partners in a firm sharing profits in the ratio of 3:2:1. B retires. The goodwill of the firm is valued at rupees 60,000 and the new ratio of A and C is 3:1. Give entries if partners decided to adjust goodwill through capital accounts. ഇപ്പോൾ ഇവിടെ 60,000 ആണ് ബിസിനസ്സിൻ്റെ ടോട്ടൽ ഗുഡ്വിൽ. പാർട്ട്നേഴ്സ് തീരുമാനിക്കുന്നത് ഗുഡ്വിൽ റേസ് ചെയ്യേണ്ട, പകരം ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗുഡ്വിൽ റേസ് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് എത്ര ഷെയർ ഓഫ് ഗുഡ്വിൽ ആണോ കൊടുക്കാനുള്ളത് ആ ഷെയർ ഓഫ് ഗുഡ്വിൽ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണം. അത് ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം ഈ എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് A:B:C 3:2:1. ന്യൂ റേഷ്യോ A:C ഈക്വൽ ടു 3:1.
അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിനിങ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത് A/C ഈക്വൽ ടു 3:1 ആയിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേഷൻ ചെയ്തു നോക്കാം. ഇനി അതിൻ്റെ എൻട്രിയിലേക്ക് വരാം. എൻട്രിയിലേക്ക് വരുമ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് എൻട്രി എഴുതേണ്ടത്. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രമേ എഴുതണ്ടൂ. ഇൻ ഗെയിനിങ് റേഷ്യോ ആണ്. ഇപ്പോൾ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 15,000, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ബീസ് ക്യാപിറ്റൽ 20,000. ബീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ that is 60,000 into 2/6 in gaining ratio that is 3:1. അടുത്ത എക്സാമ്പിൾ, A, B and C are partners sharing profits and losses in the ratio of 4:3:2. B retires and the goodwill is valued at rupees 72,000. A and B decided to share future profits in the ratio of 5:3. Record entries. First, when goodwill is raised at its full value and written off immediately. Second, when goodwill is not to appear in firm's books at all. ഇപ്പോൾ രണ്ട് കേസിലും ജേണൽ എൻട്രി വേണം. ഫസ്റ്റ് കേസ് പറയുന്നത് ഗുഡ്വിൽ റേസ് ചെയ്യാനും അങ്ങനെ റേസ് ചെയ്ത ഗുഡ്വിൽ അപ്പോഴത്തന്നെ റൈറ്റ് ഓഫ് ചെയ്യാനുമാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഗുഡ്വിൽ റേസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ഗുഡ്വിൽ റേസ് ചെയ്യാം. എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ന്യൂ റേഷ്യോയിൽ വേണം അത് റൈറ്റ് ഓഫ് ചെയ്യാൻ. നോക്കാം. ഗുഡ്വിൽ റേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 72,000 ടു എസ് ക്യാപിറ്റൽ 32,000 ടു ബീസ് ക്യാപിറ്റൽ 24,000 ടു സീസ് ക്യാപിറ്റൽ 16,000. Goodwill raised in old ratio 4:3:2. നെക്സ്റ്റ്, ആ റേസ് ചെയ്ത ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴുള്ള എൻട്രി, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 45,000, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 27,000 ടു ഗുഡ്വിൽ 72,000. Goodwill written off in new ratio that is 5:3. നെക്സ്റ്റ്, രണ്ടാമത്തെ കേസിൽ പറയുന്നത് വെൻ ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ഫേംസ് ബുക്സ് അറ്റ് ഓൾ. ഗുഡ്വിൽ ബിസിനസ്സിൻ്റെ ബുക്സിൽ വരാനേ പാടില്ല. ഇപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ബുക്കിൽ വരാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെയാണ് ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് എത്ര ഷെയർ ഓഫ് ഗുഡ്വിലാണോ കൊടുക്കാനുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കണം. അത് കൊടുക്കുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടായിരിക്കണം. അത് എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഗെയിനിങ് റേഷ്യോ ആയിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് A/B/C 4:3:2. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് A/C 5:3. ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ, ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ എസ് ഗെയിൻ എന്ന് പറയുന്നത് എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 5:3 ആണ്. അപ്പോൾ 5/8 ആണ് വരിക. അപ്പോൾ 5/8 മൈനസ് ഓൾഡ് ഷെയർ. ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 4:3:2 ആകുമ്പോൾ 4/9 ആണ് വരിക. അപ്പോൾ 5/8 മൈനസ് 4/9 ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ കഴിയില്ല, കാരണം ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5 into 9 that is 45 minus 8 into 4 that is 32 divided by 8 into 9 that is 72. ഇനി നമുക്ക് ചെയ്യാം 45 minus 32 that is 13 divided by 72. ഇനി അതുപോലെ തന്നെ സീസ് ഗെയിൻ. സിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/8 ആണ്. 5:3 ആണ്. അപ്പോൾ 3/8 മൈനസ് ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 4:3:2 ആണ്. ഇപ്പോൾ വരുന്നത് 2/9 ആണ്. അപ്പോൾ 3/8 മൈനസ് 2/9. ഇവിടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്യാണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 into 9 that is 27 minus 2 into 8 that is 16 divided by 8 into 9 that is 72. 27 minus 16 equal to 11 divided by 72.
ഇപ്പോൾ ഗെയിനിങ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത് A/C ഈക്വൽ ടു 13:11. ഇനി നമുക്കിതിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. ഇപ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 13,000, സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 11,000 ടു ബീസ് ക്യാപിറ്റൽ 24,000. ഓൺലി ബീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ 72,000 ഇൻറ്റു 3/9. ബിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രമേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണ്ടൂ. അപ്പോൾ 72,000 ഇൻറ്റു 3/9 ഇൻ ഗെയിനിങ് റേഷ്യോ ദാറ്റ് ഈസ് 13:11. ഇപ്പോൾ 24,000 എന്ന് പറയുന്നത് ഗെയിനിങ് റേഷ്യോ ആയ 13:11 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ട് കാണിക്കുക. അടുത്ത കേസാണ് വെൻ ഗുഡ്വിൽ ഈസ് ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദി ബുക്സ്. ഗുഡ്വിൽ ഓൾറെഡി ബുക്കിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി? അപ്പോൾ ഓൾറെഡി ബുക്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഗുഡ്വിൽ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ബുക്കിൽ എത്ര രൂപയുടെ ഗുഡ്വില്ലാണോ ഉള്ളത് ആ ഗുഡ്വിൽ കിഴിച്ച് ബാക്കി വരുന്ന ഗുഡ്വില്ലിൻ്റെ ജേർണൽ എൻട്രി മാത്രമേ ഇപ്പോഴും എഴുതുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ ബുക്കിൽ ഇപ്പോഴുള്ള ടോട്ടൽ ഗുഡ്വില്ലിനേക്കാൾ കൂടുതൽ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാ ഉള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യാം. നമുക്ക് രണ്ട് എക്സാമ്പിൾ, അത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, A, B and C were partners in a firm sharing profits in 3:2:1. Partner C retires. At the time of retirement, goodwill of the firm is valued at rupees 36,000. Goodwill already appears in the books at rupees 30,000. Partners decided to show goodwill account in the balance sheet. Give entries. അപ്പോൾ നേരത്തെ ബുക്കിൽ ഗുഡ്വില്ലായിട്ട് കാണുന്നത് 30,000 റുപ്പീസാണ്. ഇപ്പോഴും ഗുഡ്വില്ലിൻ്റെ വില നോക്കുമ്പോൾ ഗുഡ്വില്ലായിട്ട് കാണുന്നത് 36,000 റുപ്പീസിൻ്റെ ഗുഡ്വില്ലാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ 30,000 റുപ്പീസിൻ്റെ ഗുഡ്വില് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോഴും നമുക്ക് ടോട്ടൽ ഗുഡ്വില്ലായിട്ട് കാണുന്നത് 36,000 ആണ്. എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 6,000 രൂപയുടെ ഗുഡ്വില് മാത്രമാണ് ഇനി പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി ബുക്കിൽ 30,000 റുപ്പീസിൻ്റെ ഗുഡ്വില് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 30,000 റുപ്പീസിൻ്റെ ഗുഡ്വില് പാർട്ട്നേഴ്സിന് കൊടുത്തു കഴിഞ്ഞു, ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ബാക്കി വരുന്ന 6,000 രൂപയുടെ ഗുഡ്വില് മാത്രമേ ഇനി റേസ് ചെയ്യണ്ടൂ. അപ്പോൾ അതിനുള്ള എൻട്രി നേരത്തെ പഠിച്ച അതേപോലത്തെ എൻട്രി തന്നെയാണ്. ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 6,000, 36,000 മൈനസ് 30,000. ടോട്ടൽ ഗുഡ്വിൽ 36,000 ആണ്. അതിൻ്റെ അകത്ത് നിന്ന് ഓൾറെഡി പാർട്ട്നേഴ്സിന് കൊടുത്ത ഗുഡ്വിൽ അല്ലെങ്കിൽ ഓൾറെഡി ബുക്കിലുള്ള ഗുഡ്വിൽ 30,000 മൈനസ് ചെയ്യാം. അപ്പോൾ 6,000 ടു എസ് ക്യാപിറ്റൽ 3,000 ടു ബീസ് ക്യാപിറ്റൽ 2,000 ടു സീസ് ക്യാപിറ്റൽ 1,000. ബാലൻസ് ഗുഡ്വിൽ ദാറ്റ് ഈസ് 36,000 മൈനസ് 30,000 റേസ്ഡ് ഇൻ ഓൾഡ് റേഷ്യോ. നെക്സ്റ്റ്, ഇതിന് മറ്റൊരു എക്സാമ്പിൾ. A, B and C were partners in a firm sharing profits in 3:2:1. Partner C retires. At the time of retirement, goodwill of the firm is valued at rupees 36,000. Goodwill already appears in the books at rupees 48,000. Partners decided to show goodwill account in the balance sheet. Give entries. അപ്പോൾ നേരത്തെ ഗുഡ്വില് ബുക്കിൽ കാണുന്നത് 48,000 ആണ്. ഇപ്പോഴും ഗുഡ്വില്ലിൻ്റെ വില നോക്കുമ്പോൾ 36,000 ആണ് ടോട്ടൽ ഗുഡ്വില്ലിൻ്റെ വില കാണുന്നത്. അപ്പോൾ ടോട്ടൽ ഗുഡ്വില്ലായിട്ട് നമ്മൾ വാല്യൂ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് 36,000 ആണ്. പക്ഷേ നേരത്തെ നമ്മൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എത്ര കൊടുത്തു? 48,000 റുപ്പീസിൻ്റെ ഗുഡ്വില് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് ബുക്കിൽ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഗുഡ്വിൽ നമ്മൾ പാർട്ട്നേഴ്സിന് നേരത്തെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഗുഡ്വില് പാർട്ട്നേഴ്സിന് നേരത്തെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഗുഡ്വില് പാർട്ട്നേഴ്സിന് എടുക്കുന്ന തിരിച്ചെടുക്കുന്നതായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുക. അങ്ങനെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഗുഡ്വില് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,000, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ഗുഡ്വിൽ 12,000. എക്സസ് ഗുഡ്വിൽ ദാറ്റ് ഈസ് 48,000 ആണ് ബുക്കിലുള്ളത്, മൈനസ് പക്ഷേ 36,000 മാത്രമേ ടോട്ടൽ ഗുഡ്വില് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന 12,000 റുപ്പി ഗുഡ്വില് റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രിയാണ് ഇവിടെ കാണിച്ചത്. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,000, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ഗുഡ്വിൽ 12,000 ഇൻ
ഓൾഡ് റേഷ്യോ. ഇനി അടുത്തതാണ് ഹിഡൻ ഗുഡ്വിൽ. ഹിഡൻ ഗുഡ്വില്ലിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്വിൽ എത്രയാണ് എന്താണെന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ഗുഡ്വിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഹിഡനായി കിടക്കുന്ന ഗുഡ്വിൽ എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. A, B and C are partners in a firm sharing profits in the ratio of 5:3:2. Partner C retires and the balance in his capital account after making necessary adjustments on account of reserves, revaluation of assets and liabilities work out to be 60,000. A and B agreed to pay him rupees 76,000 in full settlement of his claim. Give entry for goodwill. ഇപ്പോൾ ഇവിടെ ഗുഡ്വില്ലിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല, പക്ഷേ ഗുഡ്വില്ലിൻ്റെ ജേണൽ എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ, ബി ആൻഡ് സി പാർട്ട്നേഴ്സാണ്, അവർ ഷെയർ ചെയ്യുന്നത് 5:3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഇപ്പോൾ സി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു, ക്യാപിറ്റൽ അക്കൗണ്ടും വരച്ചു. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോൾ സിക്ക് കൊടുക്കാനുള്ളത് 60,000 റുപ്പീസാണ്. ഇപ്പോൾ 60,000 റുപ്പീസാണ് സിക്ക് കൊടുക്കാനായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിട്ടിയ ബാലൻസ്. പക്ഷേ എയും ബിയും എഗ്രി ചെയ്യുന്നത് സിക്ക് 76,000 കൊടുക്കാമെന്നാണ്. അപ്പോൾ 60,000 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 76,000 രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പം 60,000 രൂപ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോൾ കൊടുക്കാനുള്ളതായിട്ട് കാണുന്നുള്ളൂ, പക്ഷേ 76,000 രൂപ കൊടുക്കാമെന്ന് പറയുന്നു. ദാറ്റ് ഈസ് 16,000 രൂപ എക്സ്ട്രാ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ 16,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഗുഡ്വിൽ. അത് ഗുഡ്വില്ലിൻ്റെ ഷെയർ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് എഴുതേണ്ടത്. അപ്പം 16,000 രൂപ ഗുഡ്വിൽ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന എൻട്രിയാണ് കാണിക്കേണ്ടത്. നേരത്തെ എഴുതിയ അതേപോലുള്ള എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10,000, B's capital account debtor 6,000 to C's capital 16,000. C's share of goodwill, that is 76,000 minus 60,000, adjusted in gaining ratio, that is 5:3. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.